എങ്ങനെയുണ്ട് സംഭവം ഗൈസ്? എനിക്ക് എന്റെ തന്ത ഷുഹൈബ് ആണെന്നുണ്ടായിട്ടുണ്ട്. രാത്രിക്കുള്ളിൽ ഒരു സാധനം വരും. നല്ലൊരു കടപ്പാട് എനിക്കുണ്ട്. കണ്ണാടി വൈ. എന്തൊരവസ്ഥയാണ്, എനിക്ക് മാത്രമുള്ള ഇങ്ങനെ വലിയൊരു സംഭവം ഇൻഷാ അല്ലാഹ് വരാൻ പോവുകയാണ്. അത് കാണിച്ചു തരാൻ ഞാൻ. ഹേ ഗൈസ്, അപ്പം ഞാൻ അങ്ങനെ മുരിക്കും തൊട്ടിയെത്തിയിരിക്കുന്നു ഗൈസ്. ഞാൻ പത്രം ഇടാൻ വേണ്ടി വന്നതാണ്. ഇത് അവിടെ വാപ്പി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പത്രം ഇടാൻ പോവുകയാണ് ഗൈസ്. ഹെൽമെറ്റൊക്കെ അവിടെ ഊരി വെച്ചു. ഇത് നേരെ പത്രം ഇടാൻ പോവാണ്. ഞാൻ റോട്ടിൽ കൂടെ പോയപ്പോൾ കണ്ടാണ് ഗൈസ്. ഇത് ഏതോ എർത്തടിച്ചിട്ട് വീണ് കിടക്കണേന്ന് തോന്നുന്നു. ഏതോ 2 പക്ഷികൾ, പാവം, 2 പേരും മരിച്ചുപോയി. ഹേ ഗൈസ്, അപ്പം ഗൈസ് ഞാൻ ഒരു സംഭവം നടന്നു ഗൈസ്. ഇപ്പം മറ്റേ നഖം വെട്ടിയില്ലേ, നഖം വെട്ടി ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും അതിൻ്റെ തലേന്നാൾ എന്നും കണ്ടു. ഞാൻ എന്നും കാണാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നഖം വെട്ടാൻ നോക്കിയപ്പോഴേ അത് കാണാനില്ല. എന്തൊരവസ്ഥയാണ്, എനിക്ക് മാത്രമുള്ള ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്? അത് മിനിഞ്ഞാന്നുണ്ട്, ഇന്നലെ കണ്ട്, അതിൻ്റെ തലേന്നാളുണ്ട്. ഇന്നെന്നിട്ട് കൃത്യം ഇത്ര നാൾ ഒന്നിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുഴുവൻ മറ്റേ നഖം വെട്ടുന്നത്. അപ്പം ഇന്ന് ക്ലാസ്സിൽ പോണതിന് മുമ്പ് വെട്ടാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കിട്ടണില്ല. ഇത് എന്തായാലും അതന്നെ അങ്ങനെ എനിക്ക് മാത്രമാണോ, അത് നിങ്ങൾക്കും ഉണ്ട് ഇങ്ങനത്തെ സംഭവം? നിങ്ങൾക്ക് ഉണ്ടാവാതെ ഒന്നും ഇരിക്കില്ല. അത് ആ ഒരു സംഭവം അത് എല്ലാവർക്കും ഉണ്ട്. അത് ഗൈസ് അങ്ങനെ ഫസ്റ്റ് പീരീഡ് ലാബായിരുന്നു ഗൈസ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇവൻ എന്ത് ചെറുക്കനാണ്, ഇങ്ങനത്തെ ഒരു ചെറുക്കനെ ഇവൻ ക്ലാസ് സമയത്ത് ഇരുന്ന് ഫ്രീ ഫയർ കളിക്കണം. എന്താല്ലേ, ഇവനൊക്കെ ശരിക്കും പഠിക്കാൻ വേണ്ടി തന്നെയാണോ ഗൈസ്? എനിക്കറിയത്തില്ല. ശരിക്കും നോക്കിയാൽ ഞാനും പഠിക്കാൻ വേണ്ടി തന്നെയാണോ എന്നും എനിക്കൊരു ഡൗട്ട് തന്നെയുണ്ട്. നീ ഇപ്പൊ ഇട്ടോ, ഒരു കുഴപ്പമില്ല. രാത്രിക്കുള്ളിൽ അത് ഇട്ടിരിക്കും മോനെ. മാഷാഅല്ലാഹ്, അള്ളാഹ് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ തന്ത ഷുഹൈബ് ആണെന്നുണ്ടായിട്ടുണ്ട്. രാത്രിക്കുള്ളിൽ ഒരു സാധനം വരും, നിന്നെ കൊല്ലുന്ന ഒരു ഐറ്റം വരും. അത് കാണിച്ചു തരാൻ ഞാൻ. തന്ത സുഹൈബാണോ? എന്റെ ഡാഡി ഷുഹൈബ് അല്ല. ഷാജി ജൂനിയേഴ്സിനെ കണ്ട? ഷാജി ജൂനിയേഴ്സിനെ കണ്ട? ആച്ചി നിന്റെ സ്റ്റോറി ജൂനിയേഴ്സിനെ കണ്ട? ജൂനിയേഴ്സിനെ കണ്ട? മരിച്ചിട്ടില്ലെങ്കിൽ ഇടും. അല്ലാതെ കിട്ടി സെൻഡ് ചെയ്ത് കൊടുത്തേ. മ്യൂട്ടാക്കിക്കോ. ഓട്ടോമാറ്റിക് ഗൈസ്. ആ പുറകിരിക്കണ ആരാന്നറിയാ ഗൈസ്? ഇത് ആരും ആണ്, ഞങ്ങൾക്ക് അറിയത്തില്ല. മോനെ ആരാ മോനെ പുറകിൽ പോ? ഈ കോളേജിന്റെ നേതാവല്ലല്ലോ, ഉടമസ്ഥൻ, അങ്ങനെ എന്തോ സംഭവമാണ്. എന്തോ ക്ലാരിറ്റി ഉണ്ടോ? സ്ക്രീൻഷോട്ട് എടുക്കാതെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു ഫോട്ടോയോ അങ്ങനെ എന്തോ സംഭവമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. മാത്രമല്ല ഗൈസ്, ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പറയണില്ല, നിങ്ങൾ വഴി അറിഞ്ഞാൽ മതി. ഒരു സംഭവം ഉണ്ട്, പറയണില്ല ഗൈസ്. ഒരു വലിയൊരു സംഭവം ഇൻഷാ അല്ലാഹ് വരാൻ പോവുകയാണ്. വലിയാന്ന് പറഞ്ഞാൽ ഒന്നും പറയണില്ല, നമ്മൾ അതൊക്കെ അറിയിക്കാം. ഓക്കെ, വലിയൊരു സംഭവം ഇനി വരും. വൺ ഡേ ഗൈസ്. ബികോമിന് വേണ്ടി ചിമ്പുമോൻ ടീച്ചർമാർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു ഗൈസ്. അതും കാടിന്റെ ഉള്ളിലേക്ക്. യാറിടാണ് നീങ്ക ചിമ്പോനെ, ഫോട്ടോ കിട്ടണേ. എല്ലാം വേറൊന്നും കിട്ടില്ല. ഇതെങ്ങനെ ഇവന് കിട്ടും? അതിനകത്ത് കാണിച്ച് ഫോട്ടോ കാണിച്ച്. ഗൈസ് ഇവിടെ ക്യാമറമാൻ ചിമ്പുവാണ് ഗൈസ്. ചിമ്പുടെ 13 Pro ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഓക്കെയാണ്. 13 Pro ടീച്ചർമാർ, ബികോം ടീച്ചർമാർ. ടീച്ചർ കണ്ണാടി വെക്കണില്ലേ? ടീച്ചർ സൂപ്പർ സാധനം. ഒരു സാറ് വേണമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ നിന്നാ വേണ്ടേ? ചിമ്പുടെ തൃക്കണ്ണന്റെ പവർ. ഇതല്ലേ ഞാൻ പറഞ്ഞേ. എന്തുവാടാ ജു?
തൃക്കണ്ണൻ, ചിമ്പൂസ് തൃക്കണ്ണൻ. എങ്ങനെയുണ്ട് സംഭവം ഗൈസ്? എനിക്ക് ചേരുണ്ട്, കൊള്ളാലോ. ചുമ്മാ എനിക്ക് കണ്ണാടി ചേരണ്ടാ, കണ്ണാടി ചേരണ്ടോ കണ്ണാടി വാളി. എടാ അങ്ങനെയാണെങ്കിൽ കുറെ സ്ഥലത്ത് നീ ഉണ്ടാക്കി തരാൻ പറ്റും. എനിക്ക് അങ്ങനെ കുറെ സ്ഥലത്ത് ഒരുങ്ങി നിൽക്കണേ. നമ്മളെ BSc പിള്ളേരാ നമ്മള്, BCom അല്ല ഗൈസ്. അങ്ങനെ ഞാനും ചിമ്പും അവരുടെ വീഡിയോസും ഫോട്ടോസും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഹേ ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡെലിവറിയിലാണ് ഗൈസ്. രാജകുമാരി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിലൊരു ചേഞ്ച് വരാൻ കാരണം തന്നെ ഈ ഡെലിവറി എന്ന് പറഞ്ഞ ഈ സ്ഥാപനമാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ കൊറിയർ കൂടി അങ്ങനെയാണ് ഗൈസ് ഈ ഫോണൊക്കെ എല്ലാം മേടിച്ചത്. എല്ലാവർക്കും അറിയായിരിക്കും, ചിലവർക്ക് അറിയായിരിക്കും. ഈ ഫോണൊക്കെ മേടിച്ചത് ഞാൻ ഈ ഡെലിവറിയിൽ കൊറിയറൊക്കെ കൂടിയിട്ടാണ്. അപ്പം നല്ലൊരു കടപ്പാട് എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിർത്തിയിട്ടോ ഗൈസ്. ഇപ്പം ഞാൻ ഓടണില്ല. എന്ന് പറഞ്ഞാൽ ഒരു 2 മാസമായി തോന്നുന്നു നിർത്തിയിട്ട്. ബാക്കി എല്ലാ ദിവസവും കോളേജൊക്കെ പോയിട്ടാണ്, ശനി ഞായറൊക്കെ ആണെങ്കിൽ ഞാൻ വന്ന് ഓടുമായിരുന്നു. അതുപോലെ തന്നെ ഒരു അടിപൊളി മെമ്മറി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഗൈസ് എനിക്ക് രാജകുമാരി ഡെലിവറി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസയോ അല്ലെങ്കിൽ ജോലിയൊന്നും ഇല്ലാതെ ആരെങ്കിലും ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വല്ല പിള്ളേർ, കോളേജ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വീക്കെൻഡ് ആയിട്ടും എല്ലാത്തിനും നമുക്ക് ഇവിടെ ഓടാൻ പറ്റുന്നതാണ് രാജകുമാരി ഡെലിവറി. ഓക്കെ, ഞാൻ ജസ്റ്റ് വണ്ടിയിൽ പെട്രോളൊക്കെ അടിക്കാൻ വന്നതാണ്. അപ്പം ജസ്റ്റ് വന്ന് ചുമ്മാ കയറിയതാണ്. ഷിമീർ ഖാൻ എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യാം, ബ്ലോഗിൽ ആഡ് ചെയ്യാം ഗൈസ്. എനിക്ക് ഷിമീർക്ക് ചായ അടിച്ചൊന്ന് ഗൈസ്. നന്മയുള്ള ലോകമേ. ഇത് ബൂസ്റ്റ് അല്ലേ? ഇത് ചായ, അതാ ബൂസ്റ്റ്. ഇയാളെ മിണ്ടല്ലേ ഗൈസ്. അങ്ങനെ ഒരു 7:30 അപ്പം ഞാൻ പള്ളിയിൽ വന്നിരിക്കുന്നു ഗൈസ്. നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ നിസ്കാരമൊക്കെ ഇടയ്ക്കുണ്ട്. ഇത് ഗൈസ് അതാണ് മദർസ. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരാം. ബൈ ഗൈസ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. ഞാൻ നേരെ ഇനി വീട്ടിൽ പോവുക, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് പരിപാടികളാണ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്. ഐ ലവ് യു. ഓക്കെ ബൈ.